ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു. മെയ് 24-ാം തീയതി കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെയധികം പ്രതീക്ഷയോടെ തന്നെ ഈ MS ഐറീനയുടെ വരവ് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ റെക്കോർഡുകൾ, ഓരോ മൈൽ സ്റ്റോണുകളൊക്കെയാണ് ഇങ്ങനെ സാധിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ആയിട്ടുള്ള MSC ഐറീന അത് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരികയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ലോകത്ത് നിലവിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ 5 കണ്ടെയ്നർ ഷിപ്പുകളും MSCയുടേതാണ്. അതിലെ ഫ്ലാഗ്ഷിപ്പ് കപ്പലാണ് ഈ പറയുന്ന MS ഐറീന എന്ന് പറയുന്നത്. എന്തായാലും ഐറീന എത്തുന്നതോടുകൂടി ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ പല തുറമുഖങ്ങളിൽ പോലും ഐറീനയ്ക്ക് നങ്കൂരമിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്ര വലിയ തുറമുഖങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഐറീന നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞത്തെത്തി അവിടെ നേരിട്ട് ഈ പറയുന്ന രീതിയിൽ കണ്ടെയ്നർ ഇറക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ആഗോള ഷിപ്പിംഗ് മാപ്പിൽ വിഴിഞ്ഞത്തിനുണ്ടാകുന്ന വലിയ സ്ഥാനം, അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു എന്നുള്ളതാണ്. കാരണം ഐറീന അത് ആദ്യമായിട്ടാണ് ഭാരതത്തിലേക്ക് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു തുറമുഖത്തിൽ ഡോക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഐറീനയുടെ ഒരു സൈസുകൾ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു വലിപ്പമൊക്കെ പറയുമ്പോൾ 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും, ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആഴം എന്ന് പറയുന്നത് 15.4 മീറ്ററാണ്. അങ്ങനെ അത്ര വലിയ കപ്പലാണ് വരുന്നത്. ഈ പറയുന്ന 5ഓളം MSCയുടെ ലോകത്തെ ഏറ്റവും വലിയ 5ഓളം കണ്ടെയ്നർ ഷിപ്പുകളിൽ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന അതാണ് MS ഐറീന എന്നുള്ളത്. അപ്പോൾ ഐറീനയുടെ വരവിന് അത്ര വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സമുദ്രം വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഏറ്റവും വലിയ പേര് വഹിക്കുന്ന കപ്പൽ തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യവും കൈവരുന്നു. ആഗോള തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാകും. ഐറീനയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സന്ദർശനം എന്ന നിലയിൽ പോലും അങ്ങനെ വലിയ പ്രാധാന്യം ഈ പറയുന്ന മെയ് 24-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പൽ നങ്കൂരമിടുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ 24,000 TEU ശേഷിയുള്ള കപ്പൽ ചരക്കുകളുമായി എത്തുമ്പോൾ അത് കൂടുതൽ മറ്റ് ഫീഡർഷിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി കൂടുതലായി വിഴിഞ്ഞത്തേക്ക് എത്തും. അങ്ങനെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു ചരിത്രപരമായ ഒരു ദിവസം കൂടിയാണത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഐറീനയ്ക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ കഴിയുന്നതോടുകൂടി വിഴിഞ്ഞത്തിന് സാധിക്കാത്തതായി അന്താരാഷ്ട്ര സമുദ്രയാന മേഖലയിൽ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കൂടി മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐറീന വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാർത്താ പ്രാധാന്യമാണ്. അത് ആഗോള തലത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമായി ഒരു പോർട്ടായി അത് വിഴിഞ്ഞത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ദേവിക, എന്തായാലും വലിയ നേട്ടങ്ങൾ നമുക്ക് സാധ്യമാകും, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാറുള്ളത്.